ദിവസം ഒരു കുട്ടി അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മ എൻ്റെ വില എത്രയാ? അമ്മ റൂമിൽ പോയിട്ട് ഒരു കല്ലെടുത്തിട്ട് വന്നു. നല്ല മനോഹരമായ നീലക്കല്ല്, തിളങ്ങുന്ന കല്ല്, ഭയങ്കര ഭംഗിയാണത് കാണാൻ. അതെടുത്ത് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കല്ലിൻ്റെ വില നീ കണ്ടുപിടിച്ച് വന്നാൽ നിന്റെ വില ഞാൻ പറഞ്ഞു തരാം. ആ കുട്ടി ആ കല്ലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം ആ കുട്ടി ഒരു ആപ്പിൾ കടക്കാരനെ കണ്ടു. കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ ഈ കല്ലിൻ്റെ വില എത്രയാ? ഈ കല്ലിന് പകരം നിനക്ക് ഞാൻ 2 ആപ്പിൾ തരാമെന്ന് പറഞ്ഞു. ആ കുട്ടി അവിടെ നിന്നും നിരാശനായി മടങ്ങി. കാരണം ആ കുട്ടിക്ക് വിലയല്ലേ അറിയേണ്ടത്. പിന്നെ ആ കുട്ടി ഒരു ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു പിടി ചോറ് മാത്രം തരാമെന്ന് പറഞ്ഞു. ഈ കല്ലിന് അത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് നിരാശനായി മടങ്ങി. അങ്ങനെ പല പല സ്ഥലത്തുകൾ കയറി ഇറങ്ങി അവസാനം ആ കുട്ടി ഒരു സ്വർണം വിൽപ്പനക്കാരുടെ കടയിലേക്ക് പോയി. അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇതിന് ഏകദേശം ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയില്ല, എന്നാലും ഒരു വെള്ളി കമ്മൽ തരാമെന്ന് കുഞ്ഞത്. അവസാനം ഒരു എക്സിബിഷനൊക്കെ നടക്കുന്ന പലതരം ഡയമണ്ട്, ഗോൾഡ്, അങ്ങനെ പലതരം കല്ലുകളുടെ എക്സിബിഷൻ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ കുട്ടി എത്തി. അവിടെ ഈ കല്ലൊക്കെ നോക്കി അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് കൊണ്ടേ കൊടുത്തു. അയാൾ നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് പ്രൈസ്ലെസ് ആണെന്ന് പറഞ്ഞു. ഇത് പ്രൈസ്ലെസ് ആണ്, ഇതിന് വിലയിടാൻ പറ്റില്ല. അങ്ങനെ ആ കുട്ടി ഞെട്ടലോടെ തിരിച്ച് വീട്ടിലേക്കെത്തി. അങ്ങനെ അമ്മ ഇത് പ്രൈസ്ലെസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി എന്നെയും പലവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അമ്മ പറഞ്ഞു, അതേപോലെ തന്നെയാണ് നീയും, നിനക്കും വിലയിടാൻ പറ്റില്ല, നീയും പ്രൈസ്ലെസ് ആണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വില നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല. മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുമ്പോഴും കളിയാക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വില നിശ്ചയിക്കേണ്ടത് അവരല്ല, നമ്മളാണ്. നിങ്ങളുടെ മനസ്സിൽ ഇതെപ്പോഴും ഓർത്ത് വയ്ക്കുക.